ഫേവ തടാകത്തിലെ ആരതി എന്നാൽ ഫേവ തടാകത്തിൽ നടക്കുന്ന ഒരു പ്രത്യേക ചടങ്ങാണ്. ഇത് സായാഹ്ന സമയത്ത് നടത്തപ്പെടുന്നു. തടാകത്തിലെ ജലത്തിൽ ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നു. ഇത് ഫേവ തടാകത്തിന്റെ സൗന്ദര്യവും ശാന്തതയും വർദ്ധിപ്പിക്കുന്നു. ഫേവ തടാകം പൊഖാറയിലെ ഏറ്റവും വലിയ തടാകമാണ്. ഇത് നേപ്പാളിലെ രണ്ടാമത്തെ വലിയ തടാകമാണ്. തടാകത്തിന്റെ തീരത്ത് ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉണ്ട്. സായാഹ്നങ്ങളിൽ ഫേവ തടാകത്തിൽ ആരതി നടത്തുന്നത് ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. തടാകത്തിൽ ഒഴുക്കുന്ന ദീപങ്ങൾ ജലത്തിൽ പ്രതിഫലിക്കുകയും അത് മനോഹരമായ കാഴ്ച നൽകുകയും ചെയ്യുന്നു. പൊഖാറയിലെ ഫേവ തടാകത്തിലെ ആരതി ഒരു ആചാരപരമായ ചടങ്ങാണ്. ഇത് തടാകത്തിലെ ജലത്തിൽ ദീപങ്ങൾ തെളിയിച്ച് നടത്തുന്നു. या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः। ഈ ചടങ്ങ് പ്രധാനമായും സായാഹ്ന സമയത്താണ് നടത്തുന്നത്. തടാകത്തിലെ ജലത്തിൽ ദീപങ്ങൾ തെളിയിച്ച് പ്രാർത്ഥനകൾ നടത്തുകയും അത് ജലത്തിൽ ഒഴുകി നീങ്ങുകയും ചെയ്യും. ഇത് ഫേവ തടാകത്തിന്റെ സൗന്ദര്യവും ശാന്തതയും വർദ്ധിപ്പിക്കുന്നു. ഫേവ തടാകത്തിലെ ആരതിക്ക് രണ്ട് പ്രധാന ഉദ്ദേശ്യങ്ങളുണ്ട്. ആരതി ഒരു പ്രാർത്ഥനാ ചടങ്ങാണ്. ഇത് ദൈവിക ശക്തികളോട് അനുഗ്രഹം തേടാനും പ്രാർത്ഥിക്കാനും വേണ്ടിയാണ്. തടാകത്തിലെ ജലത്തിൽ ദീപങ്ങൾ തെളിയിച്ച് ഒഴുകി നീങ്ങുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പൊഖാറയിലെ ഫേവ തടാകത്തിലെ ആരതി ഒരു പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ്. नमामि विघ्नेश्वरपादपङ्कजम्। अखण्डमण्डलाकारं व्याप्तं येन चराचरम् तत्पदं दर्शितं येन गुरवे ഇത് തടാകത്തിന്റെ സൗന്ദര്യവും ശാന്തതയും ആസ്വദിക്കാനുള്ള ഒരു മികച്ച മാർഗമാണ്. ഫേവ തടാകത്തിന്റെ നടുവിലെ ദ്വീപിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗ ദേവിയുടെ പന്നി രൂപമായ അജിമയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്.
ശക്തിയുടെ പ്രതീകമായാണ് ഈ ദേവിയെ കണക്കാക്കുന്നത്. ആരതി എന്നത് ഹൈന്ദവ ആരാധനയുടെ ഭാഗമായ ഒരു ചടങ്ങാണ്. ഇതിൽ എണ്ണയിലോ കർപ്പൂരത്തിലോ നനച്ച തിരികൾ കത്തിച്ച് ദേവിക്ക് സമർപ്പിക്കുന്നു. ഭക്തർ ഭജനകൾ പാടുകയും മണിയടിക്കുകയും പൂക്കളും ഭക്ഷണസാധനങ്ങളും ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗത ഹിന്ദു വാദ്യോപകരണങ്ങളായ തബല, മൃദംഗം, സിത്താർ, സരോദ് എന്നിവ ഉപയോഗിച്ച് സംഗീതം വായിക്കുന്നു. ചടങ്ങുകൾക്ക് ഭക്തിയുടെ അന്തരീക്ഷം നൽകുന്നു. ആരതി ചടങ്ങ് സന്ധ്യാസമയത്താണ് നടക്കാറുള്ളത്. ഈ ചടങ്ങ് ഇരുട്ടിനെ ഇല്ലാതാക്കി സന്തോഷവും ഐശ്വര്യവും സ്വാഗതം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. തിരുനാളങ്ങൾ തടാകത്തിൽ പ്രതിഫലിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്. ഇത് ആത്മീയമായ അനുഭവമാണ് നൽകുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തടാകതീരത്തുകൂടി നടക്കുന്നത് നല്ല അനുഭവമാണ്. ഈ ചടങ്ങ് നേപ്പാളിലെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തിലേക്കും മതപരമായ ആചാരങ്ങളിലേക്കും ഉൾക്കാഴ്ച നൽകുന്നു. ओम जय दुर्गे अम्बे आमा, जय दुर्गे अम्बे दुर्गति नाथी जननी, दुर्गति नाथी जननी, सिंधु जगदम्बे। ओम जय दुर्गे अम्बे, ओम जय दुर्गे अम्बे आमा, जय दुर्गे अम्बे दुर्गति नाथी जननी, दुर्गति नाथी महेश्वर दर्शन ध्यान सवै अम्बे, दर्शन ध्यान सवै दुखदारी के विनाशी, दुखदारी के विनाशी हर छोकत सवै। ओम जय दुर्गे अम्बे। काली दुर्गा है दानव नाश करो। ओम जय दुर्गे अम्बे। The Arati ceremony at Pokhar's Fuel Lake is a vibrant Hindu ritual where devotees offer light and prayers to the deity in the Talbarahi temple, located on an island in the middle of the lake.
is a serene and spiritually uplifting experience, especially captivating as the sun sets and the lake reflects the flickering lamps and sounds of chanting. The ceremony involves priests offering oil lamps, arati, to the deities, accompanied by traditional music, devotional hymns, and the rhythmic chanting of prayers. Visitors can witness or even participate in the ritual, experiencing the cultural and spiritual significance of the event. The ceremony takes place on the shores of Phua Lake, near the Tal Borohi Temple. The temple, dedicated to the bull manifestation of Ajima, sits on an island in the lake. The arti involves the ceremonial waving of lamps, often with wicks soaked in ghee or camphor, before the deity. This is accompanied by devotional songs, bijans or curtains, the ringing of bells, and the offering of flowers and other items. The ceremony is designed to create a peaceful and meditative atmosphere. The flickering lamps, the chants, and the reflection on the water all contribute to the serene ambience. The arti is a significant part of Hindu worship and is a way for devotees to express their devotion, gratitude, and desires. It offers a glimpse into the spiritual and cultural life of Nepal. Visitors can observe the ceremony or even participate, either from the shore or by taking a boat to the island. The experience is often described as calming, moving, and spiritually enriching. The ceremony typically takes place in the evening, as the sun sets, making the most of the atmospheric lighting and reflections on the lake. The lakeside area is also known for its pleasant ambience, with restaurants and stalls offering food and drinks, making it a great place to relax and enjoy the scenery. The Arati ceremony at Phua Lake in Pokhara, Nepal, offers a mesmerizing glimpse into Nepalese Hindu traditions. Held every evening as the sun sets, primarily near the Tal Borohi Temple on a small island in the lake. This ritual evokes a sense of peace and spirituality. Lakeside gathering crowds, including both locals and tourists, gather on the shores of Phua Lake as evening approaches. Scenic backdrop: the serene waters of the lake, reflecting the setting sun and surrounded by hills, create a stunning backdrop for the ceremony. Temple significance: the Tal Borohi Temple, dedicated to a manifestation of the powerful goddess Durga, adds to the spiritual atmosphere. The environment is transformed by the warm glow of flickering lamps and the melodic chants of the arti, creating an immersive and priestly performance. Hindu priests perform the arati, moving oil lamps in circular motions and chanting ancient mantras.